അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പള്ളികൾ നഷ്ടപ്പെടുന്നില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറ്റിയാടിയിലും പരിസരങ്ങളിലും 11 സ്ഥലത്ത് മുഴുവനും നശിച്ചില്ലേ? ഇപ്പോഴെന്തേ അവിടെയൊന്നും പള്ളി നഷ്ടപ്പെടാത്തത്? എന്തേ ഇന്ന് ഇടവണ്ണ പോലെ പള്ളി നഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ടാ പുളിക്കല പോലെ ഒരു പ്രദേശം അങ്ങനെ തന്നെ പുത്തൻവാദിയാകാത്തത്? അതിന്റെ കാരണം നമ്മുടെ സംഘടന എവിടെയുണ്ട് രോഗം അവിടെ മരുന്ന് കൊടുക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം സജീവമാക്കണം, അത് ശക്തിപ്പെടുത്തണം. ചിലപ്പോൾ ചില വ്യാജന്മാരും അതേപോലെ തന്നെ പുത്തൻവാദികളും സംഘടന കൊണ്ടെന്താ കാര്യം, സ്വർഗത്ത് കടക്കാൻ സംഘടന വേണോ എന്ന് ചോദിക്കും. ഞാൻ പറയട്ടെ, സ്വർഗത്ത് കടക്കാൻ സംഘടന വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നാൽ പള്ളിയൊക്കെ മുജാഹിദ് കൊണ്ടുപോയാൽ സ്വർഗത്ത് കടക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിക്കാർ കൊണ്ടുപോയാൽ ഇവിടെ സ്വർഗത്തിലെത്തുമെന്നാണോ പറയുന്നത്? സംഘടന കൊണ്ടാണ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തിയത്. അതുകൊണ്ടാണ് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഈ സംഘടനയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പണ്ഡിതന്മാർക്ക് ഉപദേശം നൽകിയത്. അതുകൊണ്ടാണ് വടകര മുഹമ്മദ് ആജിത്തങ്ങൾ കുറ്റിയാടിയിൽ വന്ന് പള്ളിക്ക് കുറ്റിയടിച്ചു തന്നത്.